ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു തേങ്ങ അരച്ച അയലക്കറി തയ്യാറാക്കി നോക്കിയാലോ? ഞാൻ മുളകിട്ട മീൻകറിയുടെ ആളാണ്, കോട്ടയംകാരിയാണ്. ഞാനിവിടെ ആലപ്പുഴയിലേക്ക് കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് എനിക്ക് ഈ മീൻകറി കൂടുതൽ ഇഷ്ടമാകാൻ തുടങ്ങിയ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി, കാൽ ടീസ്പൂൺ അല്ലെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്നോ നാലോ ചെറിയുള്ളി, 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുക്കാം കേട്ടോ. അതിന്റെ കൂടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം നല്ല വെണ്ണ പോലെ അരയ്ക്കുക. അരച്ച് നമുക്ക് അരപ്പ് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ, അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വീട്ടിലൂടെ കഴിക്കാൻ പോകുന്ന ഒരു അമ്മച്ചിയുടെ വീടുണ്ട്. ആ അമ്മച്ചിയോട് ചോദിച്ച റെസിപ്പി ചെയ്ത് അവിടുത്തെ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ കടുക് ഉലുവയെല്ലാം ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്കിനി കുറച്ച് നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പില, 2 പച്ചമുളക് ഇതിനകത്തേക്ക് കീറിയിട്ട് അതോടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് 2-3 കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് നന്നായി തിളയ്ക്കണം. പറഞ്ഞില്ല, ഇത് നമുക്ക് പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ ഉണ്ട്, കയ്യിൽ മീൻ ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കാം. നമുക്ക് തേങ്ങയൊക്കെ മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുമല്ലോ. അതിന് പെട്ടെന്ന് റെഡിയാക്കാവുന്ന നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ്. എൻ്റെ ഹസ്ബൻഡിന് ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒഴിച്ചു കൂട്ടാനും ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല വെണ്ണ പോലെ അരച്ച് വെക്കണം കേട്ടോ, അതാണ് അതിന്റെ ടേസ്റ്റ്. അതഴിച്ചിട്ട് ജാറെല്ലാം ഒന്ന് കഴുകി ബാക്കി വെള്ളം, ആവശ്യമുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കുടംപുളിയും കൂടി ഇട്ട് നമുക്ക് നന്നായി തിളപ്പിക്കാം. കൊടുമ്പുളിക്ക് പകരം മാങ്ങ ചേർക്കാം കേട്ടോ. മാങ്ങയുടെ സീസൺ സമയത്ത് പച്ചമാങ്ങ, നല്ല പുളിയുള്ള മാങ്ങ ഇട്ടാൽ മതി, പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ രണ്ടാണെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇതിപ്പോ നമുക്ക് ഈ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കുടംപുളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പൊ നമ്മുടെ അരപ്പെല്ലാം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിന് വേണമെങ്കിൽ രണ്ടാമത് ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അയല ഇട്ട് കൊടുക്കാം. ഇതിവിടെ ചെറിയ അയലയാണ്. ഇവിടെ എനിക്ക് നല്ല നാടൻ അയല ഇന്ന് രാവിലെ കിട്ടി. കുറേയൊക്കെ ഞാൻ വറുത്തു, ബാക്കിയാണ് ഈ കറി വെക്കുന്നത്. ഇത് ഞാൻ നല്ല വെട്ടി വൃത്തിയാക്കി അതിന് തല നിർത്തിക്കൊണ്ടാണ് വെട്ടിയിരിക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടെ മുറിച്ചിട്ടില്ല, ചെറിയ അയലയാണ്ട് അതേപടി ഇടാണ്. ഇനി നമുക്ക് അയലയെല്ലാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ അകത്തേക്ക് അടച്ച് വെച്ച് ചെറുതീയിൽ ഇത് വറ്റി കുറുകി വരണം. മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം മീൻകറി കേട്ടോ. ആ ഉളുമ്പ് ചൊവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് ചെറുതീയിൽ വേണം നമ്മുടെ മീൻകറി തയ്യാറാവുന്നത്. അപ്പോഴാണ് മീൻകറിക്ക് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിപ്പം കഷ്ണങ്ങളെല്ലാം ഒന്ന് അതിൽ ചാറിൽ മുങ്ങിക്കിടക്കുന്ന രീതി ആക്കിയിട്ട് ഇനി നമുക്ക് തവി ഇട്ടിട്ട് ഇളക്കണ്ട, നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെ അന്നേരം മീനൊന്നും പൊടിഞ്ഞു പോകത്തില്ല. ഇപ്പൊ നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് പയ്യെ വറ്റിച്ച് കുറുക്കിയെടുക്കാം. മീനെല്ലാം നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് തീയെല്ലാം സിമ്മിലിട്ടിട്ട് പയ്യെ ഇത് കുറുകി അതിന്റെ ചാറെല്ലാം കറക്റ്റ് പരുവത്തിലാവണം. സത്യം പറഞ്ഞാൽ നമ്മുടെ മീൻകറി എന്തൊരു ഈസിയല്ലേ, ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഒരു വീക്ക്നെസ് അല്ലേ സത്യം പറഞ്ഞ മീൻകറി. അത് തേങ്ങ അരച്ചതാണേലും മുളകിട്ട കറിയാണേലും മീൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും മടുക്കാത്തൊരു ഐറ്റം അല്ലേ. അത് എത്ര പെട്ടെന്നാണ് റെഡി ആവുന്നത്. ഇപ്പൊ നമ്മുടെ മീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ തൂക്കിയെടുക്കാം. ഇനി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ തേങ്ങ അരച്ച് മീൻകറി ഇങ്ങനെ വെക്കത്തുള്ളൂ. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നാളെ വേറൊരു വീഡിയോയിൽ ഇനിയും കാണാം. ഈസി അല്ലേ റെസിപ്പി?